ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണത്തിൻ്റെ സദ്യയിൽ ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായ പുളിയിഞ്ചിയാണ്. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചി ഇവിടെ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് കഴുകി ഇതേ ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു കനത്തിൽ ഇങ്ങനെ വട്ടത്തിൽ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അത് വറുക്കാനായിട്ട് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇഞ്ചി ഒന്ന് നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇഞ്ചി ഒന്ന് ഗോൾഡൻ നിറമായിട്ടുണ്ട്, അല്പം കൂടെ മൂക്കണമേ. അപ്പോൾ ഇഞ്ചി ഒന്ന് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3-4 കഷ്ണം കൊച്ചുള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന്. ഇനി ഇഞ്ചി ഒന്ന് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഇഞ്ചിയെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. അപ്പോൾ നമുക്കിനി ഇഞ്ചി അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വറുത്ത എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിട്ട് വരാം. എണ്ണയൊന്ന് ചൂടായിട്ട് നമുക്ക് കടുകൊക്കെ പൊട്ടിക്കാം. അപ്പോൾ അതേ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ കടുകൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടുമ്പോൾ ഒരു പിഞ്ചുലുവ ഇട്ടൊന്ന് പൊട്ടിക്കാം. അതിലേക്ക് ഞാനൊരു ടേസ്റ്റിന് അല്പം തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇഞ്ചി അച്ചാർ കൂട്ടുമ്പോഴത്തേക്കും ഒന്ന് കടിക്കാനായിട്ട് കിട്ടുമല്ലോ, അതിനു വേണ്ടി അത് നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ നിറമാക്കിയെടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. തീ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും, ടേസ്റ്റ് തന്നെ മാറിപ്പോവും കറിയുടെ. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ പൊടികൾ ഇടുമ്പോഴെല്ലാം തീ ലോ ഫ്ലെയിമിൽ വയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകും പൊടികളെല്ലാം. അല്പം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അവ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പുളി ഒഴിച്ച് വെള്ളം ഉണ്ടല്ലോ, ഇവ ഇത്രയും നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ പുളി ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തിളച്ച് ആ പുളിയുടെ ഒരു പച്ച ഇതൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ശർക്കരയൊന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. നേരിട്ട് നമ്മൾ ശർക്കരയും ഇതിനകത്തോട്ട് ഇടുമ്പോഴത്തേക്കും ചില ശർക്കരയ്ക്ക് കല്ലോ കട്ടയൊക്കെ കാണും, അതുകൊണ്ടൊന്ന് ഉരുക്കിയതാണ്. അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് കുറുകി വറ്റി വരണം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി നമ്മുടെ ആവശ്യത്തിനുള്ള പരുവായിട്ട് വരും. അപ്പോൾ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.